നമസ്കാരം. പത്മ. സത്യമാഹു പരം ധർമ്മം, സത്യമാഹു പരം പദം, സത്യമാഹു പരം ബ്രഹ്മ, തസ്മാത് സത്യം സദാവതേ. സത്യമാണ് പരമമായ ധർമ്മം, സത്യമാണ് പരമമായ പദം, സത്യമാണ് പരമമായ ബ്രഹ്മം, സത്യമാണ് സദാ നമുക്ക് വേണ്ടി വാദിക്കുന്നതും. അതായത് നമുക്ക് വേണ്ടി എപ്പോഴും വാദിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ സത്യങ്ങളും കള്ളങ്ങളും മാത്രമാണ്. നമ്മളല്ല നമുക്ക് വേണ്ടി വാദിക്കുന്നത്. നമ്മുടെ മുമ്പിൽ നിന്ന് വാദിക്കുന്നത് നമ്മുടെ സത്യങ്ങളും നമ്മുടെ കള്ളങ്ങളും മാത്രമാണ്. ശിവപുരാണത്തിലെ വരികളാണ്, ശ്ലോകമാണ്. ഇതിനോട് ചേർത്ത് വയ്ക്കുന്നൊരു കഥ വർഷങ്ങൾക്ക് മുമ്പ് ദിദറോ എന്നൊരു ചിന്തകന്റെ കഥയുണ്ട്. വെസ്റ്റേൺ കൺട്രിയിൽ ഉണ്ടായിരുന്നൊരു ചിന്തകനാണ് ദിദറോ. ദിദറോ പറയുന്നത് ഇതാണ്: ഈശ്വരൻ പൂർണ്ണശക്തിമാനല്ലെന്നും സർവശക്തിമാനല്ലെന്നും ദിദറോ തെളിയിക്കാൻ ശ്രമിച്ചു. ദിദറോ പറയുകയാണ്, ഈശ്വരൻ പൂർണ്ണനല്ല, സർവശക്തനുമല്ല. ഇത് തെളിയിക്കാൻ വേണ്ടി ദിദറോ എന്ത് ചെയ്തു? ശരിയായെന്ന് തോന്നുന്ന രീതിയിലുള്ള തർക്കങ്ങൾ നിരത്തി. തർക്കങ്ങൾ എന്ന് വെച്ചാൽ വെറുതെ വാക്പോരുകളല്ല. അദ്ദേഹം അതിൻ്റെ സാധ്യതകളെല്ലാം കൊണ്ട് മുന്നിൽ നിരത്തുകയാണ്. ശരിയാണെന്ന് തോന്നും. രണ്ടും രണ്ടും കൂട്ടിയാൽ 5 തീരുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതാണ് ചോദ്യം. രണ്ടും രണ്ടും കൂട്ടിയാൽ 5 തീരുമോ എന്നുള്ളതാണ് ദിദറോയുടെ ചോദ്യം. രണ്ടും രണ്ടും കൂട്ടി 5 തെളിയിക്കാൻ ഈശ്വരന് കഴിയുമോ? വീണ്ടും ചോദ്യം. ഇതിനെയാണ് തർക്കമെന്ന് പറയുന്നത്. അല്ലാതെ ചുമ്മാ നമ്മൾ മറ്റുള്ളവരെ ഇകഴ്ത്തുകയോ എന്തെങ്കിലുമൊക്കെ പറയുന്നതല്ല തർക്കം. തർക്കമെന്നാൽ ഇതാണ്. കൃത്യമായ ചോദ്യങ്ങളാണ് കൊണ്ട് നിരത്തുന്നത്. രണ്ടും കൂട്ടിയാൽ 5 ഈശ്വരന് കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. രണ്ടും കൂട്ടിയാൽ 5 തീർക്കാൻ ഈശ്വരന് കഴിയുമോ എന്ന ചോദ്യം നമ്മളിലും ഒരു വിഷമസ്ഥിതി ഉണ്ടാക്കുന്നുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കും, ശരിയാണല്ലോ, അത് വട്ടത്തില്ലല്ലോ. ദിദറോ ചോദിച്ച ചോദ്യമാണത്. അപ്പോൾ എങ്ങനെയാണ് ഈശ്വരന് സർവശക്തിമാൻ ആയിത്തീരാൻ കഴിയുന്നത്? ഇതാണ് ദിദറോ വയ്ക്കുന്ന ചിന്ത അല്ലെങ്കിൽ തർക്കം. രണ്ടും 4 തന്നെയായിരിക്കും, അല്ലേ? ഏത് രാജ്യത്തിന് എത്ര വർഷം മുൻപായാലും ഇനി എത്ര വർഷം കഴിഞ്ഞാലും രണ്ടും 4ആണ്. 2 5 ആവില്ല. അപ്പോൾ ദിദറോ ഇത് വെച്ചാണ് പറയുന്നത് ഈശ്വരൻ സർവശക്തനല്ല. 4 കോണം ഉണ്ടാക്കിയാൽ അത് ത്രികോണമായിരിക്കില്ല. ത്രികോണമാകണമെങ്കിൽ അതിൽ 4 കോണം ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. അപ്പോൾ ഈശ്വരൻ സീമിതാവസ്ഥയിലായി തീരുന്നതായിരിക്കും. അപ്പോൾ അത് കൃത്യമായ കണക്ക് വെച്ചാണ് പറയുന്നത് ദിദറോ. ഇതാണ് ഇത്, ഇതാണെങ്കിൽ ഇത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് പറയുന്ന വേറൊരു കാര്യം കഴിയും. അതായത് നിങ്ങളും സ്വപ്നം കാണുന്നുണ്ട്, ഈശ്വരനും സ്വപ്നം കാണാൻ കഴിയും. സ്വപ്നം കാണുന്ന നിങ്ങളും ഈശ്വരൻ തന്നെയാണ്. ഉണരാനും സ്വപ്നം കാണാനുമുള്ള കഴിവ് നിങ്ങളിലുമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ സ്വപ്നം കാണാൻ കഴിയുന്നതും ഉണരാൻ കഴിയുന്നതും. പറഞ്ഞു വന്നത്, മനുഷ്യന്റെ സ്വാതന്ത്ര്യം തടസ്സമില്ലാത്തതും അതിരുകളില്ലാത്തതുമാകുന്നു. മനുഷ്യശക്തി നിർവിഘ്നമായതും അന്തമില്ലാത്തതുമാകുന്നു. നേരത്തെ പറഞ്ഞ സത്യവും ദിദറോ പറഞ്ഞ ഈ സത്യവും തമ്മിൽ എന്തെങ്കിലും ചേർച്ചയുണ്ടോ എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് രണ്ടും കൂടെ പറഞ്ഞത്. അതായത് നേരത്തെ പറഞ്ഞത് ശിവപുരാണത്തിലെ സത്യം, നമുക്ക് വേണ്ടി വാദിക്കുന്ന സത്യങ്ങളെയും കള്ളങ്ങളെയും കുറിച്ച്. ദിദറോ പറഞ്ഞത് കൃത്യമായ ചിന്തകളാണ്. അത് നിരത്തിക്കൊണ്ടാണ് ദിദറോ സംസാരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നതും രണ്ടും ഒരേ കാര്യങ്ങളാണ്. 2 വീക്ഷണകോണിൽ നിന്നുള്ള കാര്യങ്ങൾ. അതായത് 2 പെർസ്പെക്റ്റീവ്. ആത്മാവിന് 2 ധാരകളുണ്ട്. ആത്മാവിന് 2 ധാരകളുണ്ട്. സത്യവും സ്വപ്നവും. ഈ 2 ധാരകളിലും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. ഒരാത്മാവിന് 2 ധാരകളുണ്ട്.
സത്യവും സ്വപ്നവും. ആ രണ്ട് ധാരകളിലും എല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. അങ്ങനല്ലേ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം അല്ലേ? ആ ചിന്തിക്കാൻ ചിലപ്പോൾ ഒരു ആയുസ് വേണ്ടി വരും. അപ്പൊ എന്തായാലും നമുക്ക് കൃത്യമായ ശാന്തമായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവാം. പത്മ.